ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. പാരഡി കേസില്ല, കേസ് പിൻവലിക്കും എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പാരഡി പാട്ടിൽ കേസില്ല എന്ന വാർത്ത നമ്മൾ ബ്രേക്ക് ചെയ്യുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളടക്കം ഈ വാർത്തയിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു വിചിത്രമായ കേസിടാൻ പോലീസിന് കഴിഞ്ഞത് എന്നത് ചോദിച്ചിരുന്നു. ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട വിവരം, പാരഡി പാട്ടിൽ ഇപ്പോൾ കേസില്ല എന്നുള്ളതാണ്. കേസ് പിൻവലിക്കും എന്നുള്ള വാർത്ത വരുന്നു. മെറ്റയ്ക്ക് കത്തയക്കുകയുമില്ല എന്നുള്ളതാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരു ഭാഗത്ത് പോരാടുമ്പോൾ മറുഭാഗത്തൊരു പാരഡി ഗാനത്തിന് പേരിൽ കേസെടുത്തതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് സമൂഹത്തിൽ ഉയർന്നു വന്നത്. ഇപ്പോൾ പാരഡിയിൽ പിന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ്. കേസ് പിൻവലിക്കും. നിലവിൽ മതവികാരം വ്രണപ്പെടുത്തി എന്നുള്ള 299 BNS 299 പ്രകാരമുള്ള കേസാണ് ഇട്ടിരുന്നത്. എന്നാൽ ഈ കേസ് ഇപ്പോൾ പിൻവലിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഹരിമോഹൻ, വലിയ പ്രതിഷേധങ്ങൾക്കിടയിലാണോ ഈ തീരുമാനം? പാരഡിയിൽ പൊള്ളി, സർക്കാർ ഇപ്പോൾ കേസിൽ നിന്ന് പിൻവാങ്ങാൻ പോവുകയാണോ? അരുൺ, വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ മാത്രമല്ല, പോലീസ് സേനയ്ക്കുള്ളിൽ വലിയ രീതിയിലുള്ള അമർഷം ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അതായത് ഭിന്നത പോലീസിന് ഉള്ളിൽ തന്നെ രൂപപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ക്രമസമാധാന ചുമതലയുള്ള ADGP ഇത് സംബന്ധിച്ചിട്ടുള്ള നിർദ്ദേശം താഴെത്തട്ടിലേക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അതായത് കേസിൽ തുടർ നടപടികളൊന്നും പാടില്ല എന്നുള്ളതാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതായത് ഇതിനകത്ത് ചോദ്യം ചെയ്യലുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ നോട്ടീസ് അയക്കലോ ഒന്നും തന്നെ വേണ്ടതില്ല. ഇത് വലിയ രീതിയിലുള്ള ഒരു പിന്മാറ്റത്തിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് കേസ് ഔദ്യോഗികമായിട്ട് പിൻവലിക്കാനുള്ള ചർച്ചകൾ കൂടി ഇപ്പോൾ നടക്കുകയാണ്. അതൊരു പക്ഷേ ഇന്ന് അല്പസമയത്തിനുള്ളിൽ തന്നെ കേസ് പിൻവലിക്കാനുള്ള നടപടിയിൽ ഔദ്യോഗികമായി തീരുമാനം ഉണ്ടാകുമെന്ന് കൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിലവിൽ തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസിന് കയ്യിലുള്ള ഈ കേസിൽ സിറ്റി സൈബർ പോലീസിന് ADGPയുടെ നിർദ്ദേശവും പോയിട്ടുണ്ട്. തൽക്കാലം കേസിനകത്ത് മറ്റ് നടപടികളിലേക്കൊന്നും കടക്കേണ്ടതില്ല എന്നുള്ളതാണ്. കാരണം ഇന്ന് രാവിലെ ഈ പരാതിക്കാർക്കും ഒപ്പം തന്നെ പ്രതികളായവർക്കും നോട്ടീസ് അയക്കാൻ വേണ്ടി സൈബർ പോലീസ് തീരുമാനിച്ചിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ADGPയുടെ ഒരു നിർദ്ദേശം ഇത്തരത്തിൽ വന്നിരിക്കുന്നത്. പക്ഷേ മുകൾ തട്ടിൽ നിന്ന്, അതായത് ആഭ്യന്തര വകുപ്പിൽ നിന്നോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നോ സമാനമായ ഒരു നിർദ്ദേശം ADGPക്ക് ലഭിച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇതിൽ ആദ്യം വളരെ പെട്ടെന്ന് തന്നെ കേസ് എടുത്ത സമയം മുതൽക്ക് പോലീസ് സേനയ്ക്കുള്ളിൽ വലിയ രീതിയിലുള്ള വിമർശനം ഉണ്ടായിരുന്നു. ആഭ്യന്തര വകുപ്പിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള ചില ഭിന്നതകൾ ഉണ്ടായിരുന്നു. അതായത് ഈ കേസ് കോടതിയിൽ തിരിച്ചടിയാകുമെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു ഇത്തരത്തിലൊരു വിമർശനവും ഭിന്നതയും ഒക്കെ തന്നെ രൂപപ്പെട്ടത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഈ വകുപ്പുകൾ ഇരു വിഭാഗങ്ങൾ തമ്മിൽ സ്പർദ്ധയുണ്ടാക്കുന്നതും ഒപ്പം തന്നെ മതവിദ്വേഷം, ധ്രുവീകരണം നടത്തുന്നതും അടക്കമുള്ള ചില കാര്യങ്ങൾ, ചില പരാമർശങ്ങൾ FIRൽ ഉണ്ടായിരുന്നു. ഇതൊക്കെ തന്നെ കോടതിയിൽ കൊണ്ടുപോയാൽ അത് നിലനിൽക്കുന്നതല്ല. പോലീസിന് വലിയ രീതിയിലുള്ള വിമർശനം നേരിടേണ്ടി വരും എന്നുള്ളതാണ്. കാരണം മുൻകാലങ്ങളിലൊക്കെ തന്നെ സമാനമായിട്ടുള്ള പാരഡി ഗാനങ്ങൾ, സമാനമായിട്ടുള്ള രീതിയിൽ ഇലക്ഷൻ പ്രചാരണങ്ങളൊക്കെ തന്നെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ കേസിനെതിരെ മാത്രം ഇത്തരത്തിലൊരു തീരുമാനമെടുക്കുന്നത് അത് സർക്കാരിന്റെ പ്രത്യേക താല്പര്യപ്രകാരമാണ് എന്ന് പ്രതികൾ ഏതെങ്കിലും നിലയിൽ വാദിച്ചു കഴിഞ്ഞാൽ ആ വാദം നിലനിൽക്കും എന്നുള്ളതാണ് ഒരു നിരീക്ഷണം എന്ന് പറയുന്നത്. അതിനിടയ്ക്ക് ഒരു നിയമോപദേശവും പോലീസിന് ഇത് സംബന്ധിച്ച് ലഭിച്ചിരുന്നു. അതായത് കേസ് ആവശ്യമുണ്ടെങ്കിൽ എടുക്കാം, പക്ഷേ അതിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു. പക്ഷേ ആ നിയമോപദേശത്തിൽ കേസ് എടുക്കാൻ തന്നെയാണ് അന്ന് സംസ്ഥാന പോലീസ് മേധാവി നിർദ്ദേശം നൽകിയത്. അത് കൃത്യമായ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സംസ്ഥാന പോലീസ് മേധാവി അത്തരത്തിലൊരു തീരുമാനമെടുത്തിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് വലിയ രീതിയിലുള്ള വിമർശനം, സർക്കാരിനെതിരായിട്ടുള്ള ആയുധമൊക്കെ ആക്കി പ്രതിപക്ഷം അടക്കമുള്ളവർ രംഗത്തെത്തിയതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ക്രമസമാധാന ചുമതലയുള്ള ADGP ഇത്തരത്തിലൊരു നിർദ്ദേശത്തിലേക്ക് വരികയും ഇങ്ങനെ ഒരു U-turn സംഭവിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ ആ വകുപ്പുകൾ പിൻവലിച്ചുകൊണ്ട് ആ കേസ് FIR ഒന്നടങ്കം പിൻവലിക്കാനുള്ള നീക്കത്തിലേക്ക് തന്നെ എത്തുന്നു എന്നുള്ളതാണ്. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ അതിൽ ഔദ്യോഗിക തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ കേസ് എടുത്തതിന് തൊട്ടു പിന്നാലെ കൂടുതൽ നടപടികളിലേക്ക് കടക്കാൻ പോലീസ് തയ്യാറാകാതിരുന്നത്. ഇതുവരെ പ്രതികളെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ അവരെ ഫോണിൽ പോലും ബന്ധപ്പെടാൻ തയ്യാറായിരുന്നില്ല. അത് തന്നെ മുകളിൽ നിന്നുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. എന്തായാലും ഇതിൽ കൃത്യമായി പോലീസിന്റെ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെ ഇടപെടൽ കൊണ്ട് ഒരു U-turn സംഭവിച്ചിരിക്കുകയാണ്. അരുൺ, വലിയൊരു രാഷ്ട്രീയമായിട്ടുള്ള തിരിച്ചടിയായിട്ട് കൂടി ഇതിനെ വ്യാഖ്യാനിക്കേണ്ടി വരും. തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തിന് തൊട്ടു പിന്നാലെ ഈ പാരഡി ഗാനം അതിന്റെ പേരിൽ കേസെടുത്തപ്പോൾ ഇതുവരെ കേൾക്കാത്ത ആളുകൾ കൂടി ആ പാട്ട് കേട്ടു എന്നുള്ളതാണ്. വലിയ രീതിയിലുള്ള പ്രചരണം ഈ പാട്ട് കേസിലൂടെ. അപ്പൊ രാഷ്ട്രീയമായ ഒരു തിരിച്ചടി കൂടിയാണ്. നിയമപരമായത് നിശ്ചയമായും തിരിച്ചടിയാവുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നിയമത്തിന്റെ പ്രാഥമികമായിട്ടുള്ള വിവരമുള്ള ആളുകൾക്ക് പോലും അതിൽ ഒരു മതവികാരവും ആ അർത്ഥത്തിൽ വ്രണപ്പെടാനില്ല. അയ്യപ്പനെ നിന്ദിച്ചുകൊണ്ടുള്ള ഒരു വരി പോലും, ഒരു വാക്കുപോലും അതിൽ കാണാനുമില്ല. നമ്മളത് ഇന്നലെ വരികളായിട്ട് തന്നെ അത് സമർത്ഥിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. അതിൽ ഉള്ളത് രാഷ്ട്രീയമായിട്ടുള്ളൊരു ഉള്ളടക്കമുണ്ട്. അത് രാഷ്ട്രീയമായിട്ടുള്ള പ്രതിരോധം തീർക്കേണ്ടതിന് പകരമാണ്. പക്ഷെ ഇപ്പോഴാണെങ്കിൽ ഈ കേസെടുത്തത് വഴി പാരഡി തെരഞ്ഞെടുപ്പിൽ സൃഷ്ടിച്ചതിനേക്കാൾ വലിയ ആഘാതമല്ലേ ഇടതുമുന്നണിക്കും CPM-നും പ്രത്യേകിച്ചും ഉണ്ടാക്കിയിരിക്കുന്നത്? ഹരി, രാഷ്ട്രീയമായി കൂടി തിരിച്ചടിയാവുന്നു. കാരണം ഇതുവരെ കേൾക്കാത്തവർ കൂടി ആ പാട്ട് കേൾക്കുന്നു. നിയമസഭ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേട്ടതിനേക്കാൾ കൂടുതൽ ആളുകളിലേക്ക് ആ പാട്ട് ഇറങ്ങിച്ചെല്ലാൻ ഈ കേസെടുത്തത് വഴി വഴിവെച്ചില്ലേ ഹരി?
തീർച്ചയായിട്ടും വരുൺ, ഈ കേസ് എടുത്തതിന് പിന്നാലെയാണ് ഇത് വലിയ രീതിയിൽ ചർച്ചയായത്. ആ പാട്ട് അല്ലെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിയെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആദ്യഘട്ടത്തിലൊക്കെ വലിയ രീതിയിൽ അത് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ പങ്കുവെക്കപ്പെട്ടിരുന്നു. പക്ഷെ പിന്നീടാണ് അത് ഈ കേസ് എടുത്തതിന് ശേഷമാണ് അത് വലിയ രീതിയിൽ ചർച്ചയായത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പ്രതിപക്ഷമടക്കം ആ പാട്ട് മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇതിനെതിരെ രംഗത്ത് വരികയും ചെയ്തത്. മാത്രമല്ല മുൻകാലങ്ങളിലൊക്കെ തന്നെ, അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ BJP സമാനമായിട്ടുള്ള അയ്യപ്പ ഗാനം ഉപയോഗിച്ചുകൊണ്ട് ചില പാരഡി ഗാനങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നു. മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലൊക്കെ തന്നെ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു.